ഹായ് മക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ്. നമ്മുടെ ക്ലാസ് 12 CBSE ബോർഡ് എക്സാമിനേഷൻ അടുത്തെത്തിയിരിക്കുകയാണ്. വളരെ കുറച്ച് ദിവസം കൂടി മാത്രമേ നമ്മുടെ മുന്നിൽ ബാക്കിയുള്ളൂ. ഏകദേശം 60 ദിവസം മാത്രമേ നമ്മുടെ മുന്നിൽ ബാക്കിയുള്ളൂ. ഈ 60 ദിവസം കൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും പഠിച്ച് നല്ലൊരു മാർക്കിലൂടെ എന്ത് ചെയ്യണം, എത്തിച്ചേരണം. നമുക്കറിയാം, വൺ ഓഫ് ദി ടഫസ്റ്റ് ബോർഡ് എക്സാമിനേഷനാണ് ക്ലാസ് 12 CBSE ബോർഡ് എക്സാമിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ എൻഡ് ഗെയിം ബാച്ച് ഇതാ ആരംഭിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് സൈലത്തിലെ എൻഡ് ഗെയിം ബാച്ചിനെ കുറിച്ച്. നമ്മുടെ റിവിഷൻ പ്രോഗ്രാമാണ് എൻഡ് ഗെയിം എന്ന് പറയുന്നത്. ഓൾറെഡി നമ്മുടെ അഗ്നി ബാച്ചിൽ ഇപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ അവസാനിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എൻഡ് ഗെയിമിലോട്ട് തുടങ്ങാൻ പോവാണ്. അപ്പോൾ എല്ലാ കുട്ടികളും, അഗ്നി ബാച്ചിൽ ഇല്ലാത്ത കുട്ടികൾക്ക് നമ്മുടെ എൻഡ് ഗെയിമിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ആർക്കൊക്കെയാണ് എൻഡ് ഗെയിം നമ്മൾ ഉദ്ദേശിക്കുന്നത്, എങ്ങനെയുള്ള കുട്ടികൾക്കാണ് എൻഡ് ഗെയിം നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? നമുക്ക് 3 ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ഒന്നാമത് ഒന്നും പഠിക്കാത്ത മക്കളുണ്ടായിരിക്കും, ഇതേവരെ ഒന്നും പഠിക്കാത്ത മക്കളുണ്ടായിരിക്കും. രണ്ടാമെന്ന് പറയുന്നത് എന്തൊക്കെയോ പഠിച്ച് അവിടെ ഇവിടെയൊക്കെ എന്തൊക്കെയോ അറിയാവുന്ന കുട്ടികളുണ്ടായിരിക്കും. മൂന്നാമത്തത് എല്ലാം പഠിച്ച് റെഡി ആയിട്ടിരിക്കുന്ന കുട്ടികളുണ്ടായിരിക്കും. ഇങ്ങനെ ഈ 3 കുട്ടികൾക്കും നമ്മുടെ എൻഡ് ഗെയിമിൽ ജോയിൻ ചെയ്യാൻ പറ്റും. നമുക്ക് നോക്കിയാലോ, നമുക്കറിയാവുന്നതാണ് ഈ ക്ലാസ് 12 CBSE ബോർഡ് എക്സാമിനേഷൻ്റെ ഡിഫിക്കൽട്ട് എന്തുമാത്രം ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഒന്നാമത്തെ കാറ്റഗറി ആയ കുട്ടികൾ ഒന്നും പഠിക്കാത്ത കുട്ടികളാണ്. അവർക്കിനി എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ട് ബോർഡ് എക്സാമിനേഷന് വേണ്ടി അറ്റൻഡ് ചെയ്യാന്ന് വെച്ചാൽ ഒരിക്കലും നമ്മുടെ സിലബസ് കംപ്ലീറ്റ് ചെയ്യത്തില്ല. ഫിസിക്സും മാത്തമാറ്റിക്സും ബയോളജിയും അതേപോലെ തന്നെ കെമിസ്ട്രി ഒക്കെ പഠിച്ച് നമ്മുടെ ബോർഡ് എക്സാം ഈ 60 ദിവസം കൊണ്ട് എല്ലാ NCERT ബുക്കിൽ എല്ലാ കാര്യങ്ങളും പഠിച്ച് ക്വസ്റ്റ്യനും വർക്കൗട്ട് ചെയ്ത് ഒരിക്കലും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ബോർഡ് എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാൻ കഴിയത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് വളരെ എഫക്റ്റീവ് ആയിരിക്കും നമ്മുടെ എൻഡ് ഗെയിം എന്ന് പറയുന്നത്. നമ്മുടെ എൻഡ് ഗെയിമിൽ നമ്മൾ എല്ലാ കോൺസെപ്റ്റുകളും വളരെ ക്രിസ്പായിട്ടായിരിക്കും കുട്ടികളോട് എന്ത് ചെയ്യുന്നത്, എത്തിച്ചു കൊടുക്കുന്നത്. എല്ലാ ടോപ്പിക്കും നമ്മൾ കവർ ചെയ്യും, ഒന്നും നമ്മൾ എന്ത് ചെയ്യത്തില്ല, സ്കിപ്പ് ചെയ്യത്തില്ല. നിങ്ങൾക്ക് അറിയാവുന്നതാണ്, നമ്മുടെ CBSE ബോർഡ് എക്സാമിനേഷന് എല്ലായ്പ്പോഴും നമ്മളെ കുഴയ്ക്കുന്ന എന്താണ്, ക്വസ്റ്റ്യൻ തന്നെയാണ്. അതായത് പ്രാക്ടിക്കൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ, ന്യൂമറിക്കൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ, കോൺസെപ്റ്റൽ ക്വസ്റ്റ്യൻ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ എന്ത് കൊടുക്കുന്നത്, ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതായത് തലേ ദിവസം ഇന്ന് രാത്രി 7 മണി മുതൽ 10 മണി വരെയാണ് നമ്മളുടെ കോൺസെപ്റ്റ്, അതായത് നമ്മുടെ ഒരു ചാപ്റ്റർ നമ്മൾ റിവൈസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസം 9 മണിക്ക് നമ്മൾ ആ ചാപ്റ്ററിൻ്റെ തന്നെ എല്ലാ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുന്നതായിരിക്കും, വർക്കൗട്ട് ചെയ്യുന്നതായിരിക്കും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള മുഴുവൻ ക്വസ്റ്റ്യൻ നമ്മൾ പിറ്റേ ദിവസം ലൈവിൽ എന്ത് ചെയ്യുന്നതായിരിക്കും, സെറ്റ് ആക്കുന്നതായിരിക്കും. അങ്ങനെ 2 ലൈവുകളായിരിക്കും നമ്മുടെ എൻഡ് ഗെയിമിലുള്ളത്. ഇനി രണ്ടാമത്തെ കാറ്റഗറി കുട്ടികൾ എടുത്തു കഴിഞ്ഞാൽ അവരെന്തൊക്കെയോ അവിടെ ഇവിടെയൊക്കെ അറിയാം. അവർക്ക് ചിലപ്പോൾ കോൺസെപ്റ്റുകളെല്ലാം അറിയാമായിരിക്കും, പക്ഷെ അവർക്ക് ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്കും ഇത് വളരെ എഫക്റ്റീവാണ്. കാരണം നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ എന്ന് പറയുന്നത് അവർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ആ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നമുക്കറിയാം, കോൺസെപ്റ്റുകൾ മാത്രം പഠിച്ചിട്ട് ബോർഡ് എക്സാമിന് പോയി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വ്യക്തമായി നമ്മൾ എന്ത് ചെയ്യണം, കൂടുതൽ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണം, വർക്കൗട്ട് ചെയ്യണം. അപ്പോൾ ആ കുട്ടികൾക്ക് ഈ ഒരു 9 മണിക്കത്തെ ക്ലാസ് വളരെ എഫക്റ്റീവായിരിക്കും. പിന്നീട് അവസാനം നിൽക്കുന്ന ആരാണ്, നമ്മളുടെ എല്ലാം പഠിച്ച മക്കളാണ്. ഈ എല്ലാം പഠിച്ച കുട്ടികൾക്കും എന്നായാലും എവിടെയെങ്കിലുമൊക്കെ എന്ത് ചെയ്യും, ചില ക്വസ്റ്റ്യനൊക്കെ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. അല്ലെങ്കിൽ അവർക്ക് റിവൈസ് ചെയ്യാൻ എവിടെ നിന്ന് തുടങ്ങണം, ഏത് ചാപ്റ്ററിൽ നിന്ന് തുടങ്ങണം, ഏത് സബ്ജക്റ്റാണ് തുടങ്ങേണ്ടത് റിവൈസ് ചെയ്യാൻ, അങ്ങനെ ഒരു കൺഫ്യൂഷനൊക്കെ അടിച്ചിരിക്കുകയാണെങ്കിൽ അവർക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റഡി ടൈം ടേബിൾ പോലെ നമ്മുടെ ഈ എൻഡ് ഗെയിം അവർക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതായത് നിങ്ങൾക്ക് എല്ലാ ചാപ്റ്ററുകളും, എല്ലാ ടോപ്പിക്കുകളും, എല്ലാ ക്വസ്റ്റ്യൻസും ഒന്നും കൂടെ റിവൈസ് ചെയ്ത് നിങ്ങളുടെ ആ കോൺസെപ്റ്റ് ഒന്നും കൂടെ ക്ലാരിറ്റി വരുത്താൻ, ഒന്ന് അടിത്തറ ഭദ്രമാക്കാൻ നമ്മുടെ എൻഡ് ഗെയിം നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ എല്ലാ കാറ്റഗറി ഓഫ് കുട്ടികൾക്കും നമ്മുടെ എൻഡ് ഗെയിം അത്ര വെർത്തായിരിക്കും. എൻഡ് ഗെയിമിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റാലൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, മൈൻഡ് മാപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾ ഇനി നോട്ട് എഴുതി നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ഒരിക്കലും കഷ്ടപ്പെടേണ്ട. ഈ 60 ദിവസം കൊണ്ട് നോട്ട് എഴുതി കഴിഞ്ഞാൽ എവിടെയും എത്തിച്ചേരത്തില്ല. അതുകൊണ്ട് നോട്ട് എഴുതാതെ ഇൻസ്റ്റാലനിൽ എല്ലാ കാര്യങ്ങളുണ്ട്, ഇൻസ്റ്റാലനിലെ കാര്യങ്ങൾ പഠിക്കുക, നമ്മുടെ ലൈവ് അറ്റൻഡ് ചെയ്യുക. അവസാന നിമിഷം നിങ്ങൾ മൈൻഡ് മാപ്പ് ഒന്ന് ബ്രഷപ്പ് ചെയ്യാൻ വേണ്ടി മൈൻഡ് മാപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉറപ്പാണ് ക്ലാസ് 12 CBSEയിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ മാർക്ക്, 95%-നേക്കാൾ മുകളിലൊരു മാർക്ക് നിങ്ങൾക്ക് ഉറപ്പായും കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഉടനെ തന്നെ ജോയിൻ ചെയ്യുക. എൻഡ് ഗെയിമിൽ ഞങ്ങളുണ്ടായിരിക്കും. നിങ്ങൾ ഞങ്ങളുടെ കൂടെ കട്ടക്ക് നിന്ന് കഴിഞ്ഞാൽ ഉറപ്പായും നമുക്ക് നല്ലൊരു മാർക്കിൽ എത്തിക്കാൻ സാധിക്കുന്നതാണ്. ഈ നമ്പറിൽ വിളിച്ചുകൊണ്ട് നിങ്ങളുടെ സീറ്റ് ഇന്ന് തന്നെ ഉറപ്പാക്കുക. അപ്പോൾ ജോയിൻ ചെയ്യാൻ മറക്കരുത്. ഡിസംബർ 1-ാം തീയതിയാണ് നമ്മുടെ ക്ലാസ്സുകൾ ആരംഭിക്കുന്നത്. അപ്പോൾ നമുക്ക് എൻഡ് ഗെയിമിൽ കാണാം. ബൈ.